ബാക്കി വന്ന ഫില്ലിംഗ് വെച്ച് വേറൊരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. റവ എടുത്ത് അതേ കപ്പിന് തന്നെയാണ് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചത്. ഇത് അങ്ങോട്ട് കുതിരാനായിട്ട് വെക്കാം ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ശേഷം ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അരച്ചുകൊണ്ട് വന്ന റവ വേറൊരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. 1/2 സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് ഇളക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ റവ ഇവിടെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ആറാനായിട്ട് വെക്കാം. ഇച്ചിരി എണ്ണ തടവി കൊടുത്താൽ ഇതിൻ്റെ ഈ ഒട്ടലങ്ങ് മാറി കിട്ടും. ഞാൻ ഇത് ഇച്ചിരി നെയ്യും എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇത് ആറി വരുമ്പോഴത്തേക്ക് ശരിയാവും. തീ ഓഫാക്കി ആറാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് നെയ്യ് തടവയാണ്. നെയ്യോ വെളിച്ചെണ്ണയോ തടവാം. അതിന് കുറച്ച് ഈ ഇല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇലയും കൂടെ കുറച്ച് തടവാം. ഈ പാത്രത്തിൽ തടവേൻ്റെ ബാക്കി. ഇനി നമ്മളിവിടെ എടുത്തു വെച്ച റവ ഉണ്ടല്ലോ, കാണുന്നുണ്ട്, ഇതിലോട്ട് പരത്താം. റവ നമ്മൾ പാത്രത്തിലേക്ക് പരത്തിയതിന് ശേഷം നമ്മളിവിടെ ബാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിങ്ങോട്ട് പരത്തി കൊടുക്കണം. ഈ റവയുടെ അറ്റം വരെ വരേണ്ട കുറച്ച് ഭാഗം വിട്ട് വേണം ഈ ഫില്ലിങ് നിരത്തി കൊടുക്കാൻ. ഫില്ലിങ് നിരത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടി വേണമെങ്കിൽ ഇടാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ചക്കയിൽ തേങ്ങ ഉണ്ട്, അതുകൊണ്ട് നട്ട്സ് കൂടെ ഇതിൻ്റെ മേളിൽ പരത്തിയതിന് ശേഷം നമ്മൾ ആ ബാക്കി പകുതി റവയാണ് ഇവിടെ പരത്തിയിട്ടുള്ളത്. പകുതി റവ അവിടെ ഇരിപ്പുണ്ട്. ആ പകുതി റവ എടുത്ത് ഈ ഇലയിലോട്ട് പരത്തണം. ഇതെടുത്ത് ഇതിലോട്ട് തട്ടാം. എന്നിട്ട് ആ അരുവൊക്കെ ഇങ്ങ് മടക്കി ഒതുക്കി കൊടുക്കണം. നമ്മൾ ആ അരു കുറച്ച് വിട്ടല്ലേ ഫില്ലിങ് വെച്ചത്, ആ അരു ഒന്ന് മടക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു പഴയ പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതുപോലെ ഒരു പഴയ പാൻ അടുപ്പത്തേക്ക് വെക്കണം. ചൂടായ പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു അടപ്പ് വെച്ച് നമുക്ക് അടച്ചു കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിടണം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് തിരിച്ച് വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. കുറച്ച് സമയം കൂടെ
ഇത് തിരിച്ച് നമ്മൾ മറ്റേ പാത്രം കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടെ വേവ്. ഇത് എന്തെല്ലാം വെന്ത സാധനമാണ്. കുറച്ച് സമയം മതി വേവാൻ, എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഇത് കിട്ടും. വീണ്ടും ആദ്യം ചൂടാക്കിയതിന് ശേഷം വീണ്ടും ആദ്യം ഇരുന്ന് കണക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ അടപ്പ് തുറക്കാം. നമ്മളിൽ കമത്തി ഇട്ടത് കൊണ്ടാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിലോട്ട് വെച്ച് എടുക്കാം. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അടിയിൽ നിന്നേ വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ടോ ഉണ്ടോ ഇതുപോലെ കേക്ക് കണക്ക് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ആ റവയ്ക്ക് 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമായിട്ട് ഒഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചക്ക കിട്ടുമ്പോഴത്തേക്ക്